ബീഹാറിൽ ആദ്യഘട്ട പത്രികാ സമർപ്പണത്തിനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ സീറ്റ് നിർണയം പൂർത്തിയാക്കാനാകാതെ ഇന്ത്യ സഖ്യം. ഔദ്യോഗിക തീരുമാനം വരുന്നതിന് മുൻപേ കോൺഗ്രസ് 17 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സീറ്റ് നിർണയത്തിൽ കോൺഗ്രസിൽ പ്രതിഷേധം ശക്തമാണ്. പട്ന വിമാനത്താവളത്തിൽ നേതാക്കൾക്കെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ രംഗത്ത് വന്നു. टिकट लिया, लोग चोर है, लोग खरीदा है, लोग 5 करोड़ में लोग खरीदा है, राजेश राम बेचे हैं, अनिल शर्मा से बेचे हैं, चोर है, चोर है, राजेश राम क्या बोले टिकट दिया टिकट किया था उसको नहीं टिकट दिया है। 4 करोड़ खेत बेच के अनिल शर्मा पैसे दिया, इसको जांच करा दो। अखिलेश सिंह और ये राजेश राम मुर्दाबाद, राजेश राम मुर्दाबाद, मुर्दाबाद मुर्दाबाद। डॉक्टर अशोक गहलोत चाहिए विक्रम में, कोई दल बदली नहीं चाहिए, दल बदलने वाला विक्रम में नहीं चलेगा। രാഗേഷ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. നമുക്കറിയാം ഈ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തി കരുത്ത് കാണിച്ചതാണ് ഇന്ത്യ സഖ്യം. പക്ഷേ ഈ അവസാന നിമിഷം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ എന്നിരിക്കെ പോലും സീറ്റ് നിർണയത്തിലേക്ക് പോലും കടക്കാൻ കഴിയാതെ മഹാസഖ്യം ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണല്ലേ? അതെ ആര്യ, വലിയ പ്രതിസന്ധിയുണ്ട് മഹാസഖ്യത്തിൽ. കാരണം ഇതുവരെ സീറ്റ് നിർണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 121 മണ്ഡലങ്ങളിൽ നവംബർ 6-നാണ് വോട്ടെടുപ്പ്. അതിൻ്റെ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കുകയാണ്. അപ്പോൾ പോലും ഒരു ധാരണയിലെത്താൻ ഇന്ത്യ സഖ്യത്തിന്, മഹാസഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയേണ്ടത്. കാരണം ഇന്നലെ നേതാക്കൾ ഡൽഹിയിലെത്തി ചർച്ച നടത്തി. ആ ചർച്ചകളിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇന്ത്യ സഖ്യം വന്നിട്ടില്ല. ഏതായാലും വലിയ പ്രതിഷേധം ഇന്ത്യ സഖ്യത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ നിലവിൽ ഈ സീറ്റ് ധാരണയിൽ എത്താൻ കഴിയാത്തതിന് പ്രധാനപ്പെട്ട കാരണം 2 പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിൽ ഒരു ഐക്യത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത് 70 സീറ്റുകളിലാണ്. ഇത്തവണ പക്ഷേ കോൺഗ്രസിന് RJD പരമാവധി നൽകാമെന്ന് പറയുന്നത് 58 സീറ്റാണ്. പക്ഷേ 65-ൽ കുറഞ്ഞൊരു ധാരണയിലേക്കില്ല എന്ന നിലപാടിൽ ഇപ്പോൾ കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നു. ഇതാണ് സീറ്റ് ധാരണയിൽ എത്താൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഒപ്പം തന്നെ VIP മുകേഷ് സൈനിയുടെ പാർട്ടി അവരും കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നുണ്ട്. ഏതായാലും ഇന്നെങ്കിലും ഒരു ധാരണയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. അതേസമയം തന്നെ 17 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിനോട് തന്നെ പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി ഔദ്യോഗിക ഹാൻഡിലുകളിൽ, സാമൂഹ്യ മാധ്യമ പേജുകളിൽ തന്നെ ഈ പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിലെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധം കോൺഗ്രസിലും ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ ചർച്ചകൾ ഡൽഹിയിൽ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ നടന്നിരുന്നു. ഈ ചർച്ചകൾ കഴിഞ്ഞ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രത്യേകിച്ച് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കൃഷ്ണ അല്ലാവരും, ഒപ്പം തന്നെ സംസ്ഥാന PCC അധ്യക്ഷൻ കൂടിയായ രാജേഷ് റാം എന്നിവർ ഇന്നലെ പട്നയിൽ രാത്രി എത്തിയപ്പോൾ ഉണ്ടായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വലിയ പ്രതിഷേധമാണ് നേതാക്കൾക്കെതിരെ അണികളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രത്യേകിച്ച് ചില സീറ്റുകളിലെങ്കിലും നേതാക്കൾ കാശ് വാങ്ങി, പണം വാങ്ങി ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്ന ആരോപണമാണ് പ്രധാനമായും പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് PCC അധ്യക്ഷനായ രാജേഷ് റാമിനെതിരെയാണ് പ്രവർത്തകർ പ്രധാനമായും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തത്. അതായത് നേരത്തെ തന്നെ ചില സീറ്റുകളുടെ കാര്യത്തിൽ ഇത്തരത്തിൽ സ്വന്തക്കാർക്ക് സീറ്റ് നൽകി എന്ന ആരോപണമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് വിക്രം മണ്ഡലത്തിൽ അത് നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ സിറ്റിംഗ് MLA 2024-ൽ BJPയിൽ ചേർന്നിരുന്നു. പകരം അവിടെയുള്ള നേതാക്കളെ പരിഗണിക്കുന്നതിന് പകരം സ്വന്തക്കാരെ സ്ഥാനാർത്ഥികളാക്കി എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇന്നലെ പപ്പു യാദവിന്റെ അനുയായികളും
വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. അവരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഇന്നലെ ഡൽഹിയിലും വലിയ പ്രതിഷേധം സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ചുണ്ടായിരുന്നു. പ്രത്യേകിച്ച് യുവാക്കൾക്ക് സീറ്റ് നൽകണം, പകരം സ്വന്തക്കാർക്ക് സീറ്റ് നൽകുന്നത് ഒഴിവാക്കണം എന്ന ആവശ്യമാണ് ഡൽഹിയിൽ മുദ്രാവാക്യം മുഴക്കിയെങ്കിൽ പട്നയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ അത് കയ്യാങ്കളിയിലേക്ക് മാറുകയാണ്. ഏതായാലും ഇന്നൊരു പ്രഖ്യാപനത്തിലേക്ക് ഇന്ത്യ സഖ്യം കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ മറ്റു മാർഗം ഇന്ത്യ സഖ്യത്തിന് മുൻപിലില്ല. മറുവശത്ത് BJP ആകട്ടെ മൂന്നാം ഘട്ട പട്ടിക ഇതിനോടകം തന്നെ പുറത്തിറക്കി. അങ്ങനെ 101 സീറ്റുകളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഇപ്പോൾ BJP കടന്നിരിക്കുകയാണ്. അതിൽ തേജസ്വി യാദവ് പ്രതിപക്ഷ നേതാവായ തേജസ്വി യാദവ് രാഘോപൂർ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ സതീഷ് കുമാർ യാദവാണ് ജനവിധി തേടുക, BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുക. ആര്യ. CR രാഗേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇനി NDA സഖ്യത്തിലേക്ക് എത്തിയാൽ കാര്യങ്ങൾ അവിടെ ആദ്യമൊക്കെ ചില അസ്വാരസ്യങ്ങൾ പുകയുന്നുണ്ടായിരുന്നുവെങ്കിലും സീറ്റ് നിർണയത്തിന്റെ കാര്യത്തിലാണെങ്കിലും അതും കടന്ന് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങിയിട്ടില്ലേ? NDAയിൽ താരതമ്യേന കാര്യങ്ങൾ സുഗമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് അവിടെയും സീറ്റ് വിഭജനത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജിതൻ റാം മാഞ്ചി നേരത്തെ തന്നെ കടുത്ത നിലപാട് സ്വീകരിച്ചതാണ്. പക്ഷേ 6 സീറ്റ് ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കുകയും ആ 6 സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ മാഞ്ചി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രതിഷേധം ഉണ്ടായിരുന്നത് കുശ്വാഹയ്ക്കാണ്. അദ്ദേഹവും 6 സീറ്റാണ് അവർക്ക് നൽകിയിരുന്നത്. RLMന്റെ നേതാവാണ് കുശ്വാഹ. അദ്ദേഹം പക്ഷേ ഇന്നലെ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ നൽകിയിരിക്കുന്ന RLMന് നൽകിയിരിക്കുന്ന ഉറപ്പ് അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ഒരു ടേം കൂടി നൽകാം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. പ്രത്യേകിച്ച് മഹുവ നിയമസഭാ സീറ്റ് നിലവിൽ ആ സീറ്റ് ധാരണ പ്രകാരം ആ സീറ്റ് നൽകിയിരിക്കുന്നത് ചിരാഗ് പാസ്വാന്റെ LJPക്കാണ്. പക്ഷേ ആ സീറ്റ് വേണമെന്നൊരു ആവശ്യമാണ് ഉപേന്ദ്ര കുശ്വാഹ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് പകരമായി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ BJP നേതാക്കൾ നൽകിയിരിക്കുന്ന ഉറപ്പ് നിലവിൽ രാജ്യസഭാ കാലാവധി കഴിയുകയാണെങ്കിൽ ഒരു ടൈം കൂടി രാജ്യസഭാ കാലാവധി നൽകാം എന്നൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. ഈ ചർച്ചകൾക്ക് പിന്നാലെ RLMും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 6 സീറ്റിലാണ് RLM മത്സരിക്കുന്നത്. അതിൽ തന്നെ 4 സീറ്റിൽ ഇതിനോടകം തന്നെ RLM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഉപേന്ദ്ര കുശ്വാഹയുടെ ഭാര്യ സ്നേഹലത സസാറാം മണ്ഡലത്തിൽ ജനവിധി തേടും. ഇതടക്കം 4 സീറ്റുകളുടെ RLMും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ NDAയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തെക്കാൾ കൂടുതൽ പരസ്യമായ പ്രതികരണങ്ങളൊക്കെ നടത്തിയത് NDAയിലാണ്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ NDAയുടെ സീറ്റ് നിർണ്ണയം പൂർത്തിയാവുകയാണ്. അവർ പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. രാഗേഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് ചേർന്നത്.